അയർലൻഡിൽ വന്ന പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ബാംഗ്ലൂരിലെ ഷോപ്പിംഗ് മാൾസ് മിസ് ചെയ്യാറുണ്ട്. എനിക്ക് ഈ മോൾ കൺസെപ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് മഴയും വെയിലും കൊള്ളാതെ ഷോപ്പിംഗ് ചെയ്യാം, ഇഷ്ടത്തിന് ഫുഡൊക്കെ കഴിക്കാം. നല്ല കൺവീനിയൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലെറ്റർക്കനിയിലാണെങ്കിൽ ആകെ 2 കുഞ്ഞു ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഉള്ളൂ. അതിന് നമുക്ക് മാളെന്ന് വിളിക്കാൻ പറ്റില്ല. ഈ ഈസ്റ്ററിന് ഡബ്ലിനിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ ഇവിടുത്തെ വെതറിൻ്റെ സ്വഭാവം വെച്ച് നമ്മളൊരു മാളിലേക്കായി. ഡബ്ലിനിലുള്ള ഡൺഡ്രം ടൗൺ സെൻറ്ററിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഒരുപാട് ഫുഡ് കഴിക്കണം, ഒരുപാട് ഷോപ്പിംഗ് ചെയ്യണം. അതാണ് ഇന്നത്തെ യാത്രയുടെ പ്രധാന ലക്ഷ്യം. നമ്മൾ ലെറ്റർക്കനിയിൽ കിട്ടാത്ത കുറച്ച് ബ്രാൻഡ്സിൻ്റെ സ്വീറ്റ് ട്രീറ്റ്സൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റി. 1-2 റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളിവിടെ 5 മണിക്കൂർ സ്പെൻഡ് ചെയ്തുള്ളൂ. അപ്പോൾ ഈ ട്രീറ്റ്സ് കഴിച്ചപ്പോൾ തന്നെ നമ്മുടെ വയറ് നിറഞ്ഞു. പിന്നെ ബാക്കി സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ തന്നെ ആദ്യം തന്നെ ഞാൻ ബോബി ബ്രൗണിലേക്കാണ് പോയത്. ഒരുപാട് തപ്പി നടന്നെങ്കിലും ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും കിട്ടിയില്ല. ക്ലോത്തിങ് സ്റ്റോഴ്സ് ആണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി ലെറ്റർക്കനിയേക്കാളും എക്സ്പെൻസീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ കുറേ നോക്കാനും സമയമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ലെറ്റർക്കനിയിലുള്ള ക്ലോത്തിങ് സ്റ്റോഴ്സിൽ നമ്മൾ അധികം ബട്ട്ലേഴ്സ് ചോക്ലേറ്റ് കഫേയിൽ മുമ്പ് പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഐസ്ഡ് ചോക്ലേറ്റ് ട്രൈ ചെയ്യാൻ പറ്റുന്നത്. ഇവർക്ക് നോർത്തേൺ പാർട്ട് ഓഫ് അയർലൻഡിലും കൂടി ഒരു കഫേ തുടങ്ങിക്കൂടെ എന്ന് എനിക്ക് തോന്നി. ലെറ്റർക്കനിന്ന് ഏകദേശം 7 മണിക്കൂറോളം അപ്പ് ആൻഡ് ഡൗൺ ട്രാവൽ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു മാളിലേക്ക് വന്നത്. ചിലവർക്ക് ഇത് ക്രേസി ആയി തോന്നും, പക്ഷേ നമുക്ക് ഇത്തരം യാത്രകൾ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.